ഹായ്, നിങ്ങൾക്കൊക്കെ സുഖമാണോ? നമ്മളും അങ്ങനെ ഒരുവിധം സുഖമായി അങ്ങനെ പോകുന്നുണ്ട്. ഇന്നെല്ലാവർക്കും ഒരു കൊതി പാൽ കപ്പ ഉണ്ടാക്കാൻ. അതുകൊണ്ട് നമ്മൾ ഇന്നലെ സാധനം വാങ്ങാൻ പോയപ്പോൾ 2 കിലോ കപ്പ വാങ്ങിയിരുന്നു. ഇന്നലെ പിന്നെ സാധനം എല്ലാം വാങ്ങി വന്നപ്പോഴേക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് കപ്പയും നല്ല ചിക്കൻ കറിയെല്ലാം ഉണ്ടാക്കാമെന്ന് കരുതി എല്ലാവരും പണി തുടങ്ങിയിട്ടുണ്ട്. ഇതുള്ളത് കൊണ്ട് ചോറൊന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കപ്പയെല്ലാം കൊത്തിയരിഞ്ഞ് വൃത്തിയാക്കി, പിന്നെ ചിക്കൻ കറിക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ വൃത്തിയാക്കി. പിന്നെ ഒരു സ്ഥലത്ത് തന്നെ വേസ്റ്റ് എല്ലാം ആകുമല്ലോ. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയത് എങ്ങനെയെന്നറിയോ? നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് നോക്കണേ. എനിക്കിപ്പോൾ പറയാൻ പറ്റൂല. നമ്മളിങ്ങനെ ചിക്കൻ കറി കുറേ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മക്കൾ പറഞ്ഞെന്നാൽ അതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പാൽക്കപ്പൻ്റെ ഒപ്പരോ ഇത് നന്നായി ചേരുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നത് നോക്കിക്കേ. അങ്ങനെ കപ്പയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി, നല്ലവണ്ണം വൃത്തിയാക്കണേ കപ്പ. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് നന്നായി അത് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു. ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കണേ. ആദ്യമായിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഒരു ചട്ടിയിലേക്ക് ഇട്ടു. പിന്നെ പൊടിയായി അരിഞ്ഞ ചെറിയുള്ളിയാണ് ഇത്, അത് ഇട്ട് കൊടുത്തു. പിന്നെ കാശ്മീരി ചില്ലി ക്രഷ് ചെയ്തതാണ്, പൊടിച്ചിട്ടില്ല. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും, കുറച്ച് കറിവേപ്പിലയും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ 2-3 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുത്തു. കുറച്ച് മഞ്ഞപ്പൊടി മാത്രം, വേറെ ഒന്നും ചേർത്തിട്ടില്ലേ. എന്നിട്ടിതാ നമ്മൾ തീയടുപ്പിലാണ് വെച്ചത്, വിറകടുപ്പിൽ. അതാകുമ്പോൾ നന്നായി വെന്ത് കിട്ടും. ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ സൂക്ഷിക്കണ്ടേ. അങ്ങനെ കപ്പ കുക്കറിൽ വേവിക്കാൻ വെച്ചു, ചിക്കന് വിറകടുപ്പിലും വെച്ചു. കുക്കറിൽ കപ്പ വെന്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വെന്ത കപ്പയെ നമ്മൾ വീണ്ടും നന്നായി ഉടച്ചു അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാൽ നന്നായി മിക്സ് ചെയ്തു അതിനെ അടുപ്പിൽ വെച്ചു. നിങ്ങൾ പാൽക്കപ്പ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കപ്പയിലേക്ക് വറുത്തിടാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ല രുചി ഉണ്ടായിരിക്കും. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വന്നപ്പോഴേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കപ്പയിലേക്ക് ചേർത്തു. കുറച്ച് കാന്താരിയും കിട്ടിയിരുന്നു നമ്മളെ കാന്താരി മരത്തിൽ നിന്ന്, അതും കൂടി ചേർത്ത് കൊടുത്തു. അത് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തു. കാണുമ്പം തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ ഇതാ ചിക്കൻ കറി എന്ന് പറയുന്നില്ല, ചിക്കൻ പെരട്ട് എന്ന് പറയും നമുക്ക്. ചിക്കൻ പെരട്ടും പാൽക്കപ്പയും കൂടി നമുക്ക് കഴിച്ചാലോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും കമൻറ്റും കൂടി ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ കാണാം. ബൈ ബൈ.